അങ്ങനെ കൊമ്പൻ്റെ മുന്നിൽ ഗോവയും കീഴടങ്ങി. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ 2-1 കേരളം വിജയിച്ചിരിക്കുന്നു. 47-ാമത്തെ മിനിറ്റിൽ കെവിൻ യോക്ക് എന്ന ഒറ്റക്കൊമ്പൻ്റെ ആദ്യത്തെ ഗോളും അത് കഴിഞ്ഞ് 61-ാമത്തെ മിനിറ്റിൽ നെബിൽ എന്ന മലയാളി താരത്തിൻ്റെ ഗോളും എല്ലാം കഴിഞ്ഞ് 80-ാം മിനിറ്റിൽ NDIയുടെ കോർണർ കിക്കിൽ നിന്നുള്ള NDIയുടെ ആ ഒരു ഗോളും എല്ലാം കൊണ്ടും ഇന്ന് വളരെ മികച്ചൊരു ഗെയിം തന്നെയായിരുന്നു. കളിയുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഗോവ ഒരു രക്ഷയില്ലാതെയാണ് കളിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിനൊന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ നല്ല കിഡിലൻ പ്ലേ. പക്ഷെ ഒരു ഗോൾ പോലും വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇത് കഴിഞ്ഞ് പതുക്കെ എനിക്ക് തോന്നുന്നു ഒരു 15-ാം മിനിറ്റിൽ ഒരു 12-ാം മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കേരളം പതുക്കെ ഗിയർ മാറ്റാൻ തുടങ്ങി. ആ ഗിയർ മാറ്റി പതിയെ പതിയെ കളിയിലേക്ക് വന്നു. ഫസ്റ്റ് ഹാഫ് ഒന്നും തന്നെ സംഭവിക്കാതെ അങ്ങ് അവസാനിച്ചു. ഓക്കെ, ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നു. കെവിൻ യോക്കൊന്നും പ്രതീക്ഷിച്ച പോലെ അങ്ങ് എത്തിയില്ല. ഇതിനു മുൻപ് കളിച്ച ബാക്കി മത്സരങ്ങളെ പോലൊന്നും ഭയങ്കര അറ്റാക്കിംഗ് ഒന്നും നടത്താൻ പറ്റിയില്ല. എന്നാൽ രണ്ട് ടീമും ഗോവയാണെങ്കിലും കേരളമാണെങ്കിലും സമാസമം ബലാബലം കളിച്ചു ഫസ്റ്റ് ഹാഫിൽ. ഗോൾ മാത്രം വന്നില്ല എന്നുള്ളൊരു നിരാശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ കെവിൻ യോക്ക് ഈ സീസണിലെ ആദ്യത്തെ ഗോള്, കഴിഞ്ഞ മത്സരത്തിൽ 2 അസിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഈ സീസണിലെ ആദ്യത്തെ ഗോള് അതും നല്ലൊരു കിഡിലൻ ഷോട്ടിലൂടെ കെവിൻ യോക്ക് സ്വന്തമാക്കി. അതിൻ്റെ ഒരു ആഹ്ലാദവും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വല്ലാതെ ആടി തിമർത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് സെക്കൻഡ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു, അത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുപോയി എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മലയാളി താരം കോഴിക്കോട്ടുകാരൻ നബിലിൻ്റെ വക ഒരു കിഡിലൻ ഗോള്. ചെക്കനൊന്നും പറയാനില്ല കേട്ടോ, കിഡിലൻ പ്ലെയറാണ്. ആ ഗോൾ അടിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ മറ്റൊരു ഒരു കോർണർ കിക്ക് നിന്ന് വന്നിട്ടുള്ളൊരു ബോള് അടിച്ച് പോസ്റ്റിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് ഗോളായി മാറിയില്ല. പക്ഷേ നബിൽ ഒന്നും പറയാനില്ല, നല്ല പ്ലെയർ തന്നെയാണ്, കിഡിലൻ പ്ലെയറാണ്. ശരിക്കും ഈ മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു സങ്കടമാണ് ഉണ്ടായത്. കാരണം ഈ കളി, ഇതുപോലുള്ള ഒരു കോച്ച്, ഇതുപോലുള്ള പ്ലെയേഴ്സിനെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സീസണിൽ നമ്മുടെ തട്ട് എവിടെ ഇരുന്നേനെ. ഇന്ന് അവസാനത്തെ കളി നമ്മൾ കൊച്ചിയിൽ വെച്ച് കളിച്ചു. ടേബിളിൽ ഇപ്പോൾ നമ്മൾ 8-ാം സ്ഥാനത്ത്. 13 മത്സരങ്ങൾ 17 പോയിൻ്റ് നേടി. അവസാനം കളിച്ചു 5 മത്സരങ്ങളിൽ ഒരു സമനില, ബാക്കിയെല്ലാം വിജയം. ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ സീസണിൽ മറ്റുള്ള ഒരു ക്ലബിന് പോലും അവകാശപ്പെടാനില്ല അവസാനത്തെ 5 മത്സരങ്ങളിൽ 4 വിജയവും ഒരു സമനിലയും. ആർക്കുമില്ല. അത്രയും വളരെ മനോഹരമായി കളിച്ച് 8-ാം സ്ഥാനത്ത് നമ്മൾ ഫിനിഷ് ചെയ്തു. കുറച്ച് നേരത്തെ മാനേജ്മെൻറ്റും ആളുകളൊക്കെ എടുക്കേണ്ട തീരുമാനം കുറച്ച് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ സീസണിൽ ടോപ്പേഴ്സ് ആയേനെ. എനിവേ,